ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു. ഭീകരമായ ഒരു ഗ്യാപ്പ് ഡൗൺ നമുക്ക് കിട്ടി. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് എല്ലാവർക്കും 50-50 ചാൻസാണ്. അതായത് പകുതി പേർക്ക് ലാഭവും പകുതി പേർക്ക് നഷ്ടവും. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി നിങ്ങൾ തലേ ദിവസം ഹോൾഡ് ചെയ്ത അതിൻ്റെ പേരിൽ പറ്റിയ നഷ്ടം ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഞാൻ ഓൾറെഡി ഇന്ന് പറഞ്ഞിരുന്നു, ഇത്രയും ഒരു ഭീകര ഗ്യാപ്പ് അപ്പാണ്. ഈ ഗ്യാപ്പ് ഡൗൺ ആണ്. ഈ ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ രാവിലത്തെ മെസ്സേജ് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഒരു നല്ല 250 പോയിൻ്റോളം ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം മാർക്കറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മൾ വരച്ച അതേ ലൈനിലാണ് വരച്ചത്. പിന്നെ ഞാൻ ആ ലൈൻ ഒന്ന് ബ്ലൂ ആക്കി കനപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? മാർക്കറ്റ് ഇവിടെ കറക്റ്റ് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം നേരെ തിരിച്ച് ബൗൺസ് ചെയ്തു. ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഗ്യാപ്പ് ഡൗൺ വരുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്യാനാണ് സാധ്യത. ഒരു 80-90% ഇങ്ങനെ ഒരു 200 പോയിന്റിന് മേളിൽ ഗ്യാപ്പ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ 80-90% നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, 80-90% മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്യാനായിരിക്കും ചാൻസ്. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ തലേ ദിവസം PE വാങ്ങി വെച്ചിരിക്കുന്ന ആൾക്കാർ കാണും, അല്ലേ? ഈ PE മേടിച്ച് ആൾക്കാരാണ്, CE മേടിച്ചിരിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഈ PE മേടിച്ച ആൾക്കാരെ പെട്ടെന്ന് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ബുക്ക് ചെയ്യും, അല്ലേ? ബുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ബൈയിങ് പ്രഷറാണ് വരുന്നത്, ഇല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്യും. ഇത് ഓപ്ഷൻ ബയറുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്? ഓപ്ഷൻ സെല്ലേഴ്സ് ഇവരുടെ കയ്യിൽ PE കാണുമായിരിക്കും, ഇല്ലേ? PE അവർ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ PE മാർക്കറ്റ് താഴോട്ട് എന്തിനാണ് സെല്ല് ചെയ്യുന്നത്? PE സെല്ല് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? PE സെല്ല് ചെയ്യുന്നത്, അല്ലേ? പക്ഷേങ്കിൽ ഇതിന് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. PE എടുത്തു വെച്ചവരെല്ലാം അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? എക്സിറ്റ് ആകേണ്ടി വരും. അവരുടെ പൊസിഷൻ എക്സിറ്റ് ആകേണ്ടി വരും. അല്ലെങ്കിൽ അവർ അഡീഷണൽ പൊസിഷൻ ഇവിടെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായി പറഞ്ഞതിന് താഴെ അഡീഷണൽ പൊസിഷൻ അവർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വരും. അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ഇതാണ് ഇവിടെ സാധാരണ രീതിയിൽ ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് മാർക്കറ്റ് നേരെ വന്ന ശേഷം നേരെ മുകളിലോട്ട് പോയതിന് ശേഷം പിന്നെ ചെറിയ 2 ക്യാൻഡിൽ വന്നു. ഇതിന് ശേഷം ഇവിടെ വന്നിട്ട് നേരെ മാർക്കറ്റ് ബൗൺസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഈ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചത് എപ്പോഴാണ്? രാവിലെ ഒരു 5, 10, 15, 20, 25, 30, അതായത് 9:45 ആയപ്പോൾ നമുക്ക് ന്യായമായ പ്രോഫിറ്റ് കിട്ടി. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ ചെയ്തവർക്ക് രാവിലെ 9:45 ആയപ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞു, ഇല്ലേ? പിന്നെ ഇതിന് ശേഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ശേഷം നിങ്ങളിവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടോ? ഈ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്നതല്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കളിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയോ? ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ന്യായത്തിൻ്റെ പ്രസക്തി. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെവിട്ടി കുത്തിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു 5 കാശിൻ്റെ പ്രയോജനം ഉണ്ടായി? ഞാൻ ഇത് നോക്കി, ന്യായം എന്ന് പറഞ്ഞൊരു സംഭവം, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയായിരുന്നു. കറക്റ്റ് ഞാനിവിടെ T1 ഇവിടെ ലെവൽ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ എത്ര പോയിൻ്റാണ്? 877, 24,000, ഏകദേശം 125 പോയിൻ്റ് ഇവിടുന്ന് ഇവിടം വരെ കിട്ടി. പോട്ടെ, ഇവിടെ 100 പോയിൻ്റ് കിട്ടിയോ? 100 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 40 മുതൽ 50 പ്രീമിയം വരെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ കിട്ടും, ഇല്ലേ? പോട്ടെ, 25 പ്രീമിയം കിട്ടിയോ? 25-30 പ്രീമിയം കിട്ടിയോ? കിട്ടിയില്ലേ? ഒരു ലോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 650 രൂപയോളം ആയില്ലേ ഒരു ലോട്ടിൽ? ഇവിടുത്തെ ATM സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 രൂപയുള്ളായിരുന്നു. 70 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ മുടക്കണം? 7, 7, 14, ആകെ 7, 7, 14, 3
17 ഒരു 1750 രൂപയുടെ മുടക്കേ ഉള്ളൂ. 1750 രൂപ ഒരു ലോട്ട് ഇവിടെ മുടക്കുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ മുതൽ 650 700 രൂപ വരെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പുളിക്കുമോ നിങ്ങൾ പറ. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടം. നിങ്ങൾ എന്ത് ചെയ്തു? നഷ്ടം വന്നവരുടെ എല്ലാം കഥ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ ഒരു തലേദിവസം അവർ ഹോൾഡ് ചെയ്തവരാണ്, അല്ലെങ്കിൽ നിങ്ങളിത് അവസാന നിമിഷം വരെ, ഇന്ന് എക്സ്പയറി ഡേ പ്രത്യേകിച്ച്, നിങ്ങൾ അവസാന നിമിഷം വരെ ഈ സാധനം ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ കയ്യിരുന്ന പൈസ മുഴുവൻ ആവിയായിപ്പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ ഈ സംഭവം ഇവിടെ എന്താ ചെയ്തത്? ഞാൻ മാനമായിട്ട് ഇവിടുന്ന് ഇവിടെ പിടിച്ചതിന് ശേഷം മാനമായിട്ട് പോയി ഒരു ബിരിയാണി ഉണ്ടാക്കി. ഞാൻ മനസ്സിലായി. ഇതിൻ്റെ ബ്യൂട്ടി കുത്തിയിരിക്കാതെ ഇവിടം വരെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇവിടുന്ന് 9:10 മണി ആയപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പോയി ഒന്നാമത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കി. ഇതിൻ്റെ ബ്യൂട്ടി കുത്തിയിരിക്കാതെ ഞാൻ ചെയ്തതാ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ടാർഗറ്റ്, നിങ്ങൾ വിചാരിച്ച ടാർഗറ്റ്, നിങ്ങളുടെ പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കിൽ സ്വിച്ച് ഓപ്പൺ ആക്കണം. ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് മാനം മര്യാദയ്ക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വേ നേരെ മാർക്കറ്റിൽ നിന്ന് പഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിന് കൊള്ളത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയൊന്നും കർശനമായിട്ട് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചൊവ്വേ നേരെ ഇത് ന്യായം പാലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ വെറുതെ കൊണ്ടുപോയി കടലിൽ കായം കലക്കുന്നത് പോലെ കൊണ്ട് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നാളെ മാർക്കറ്റ് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെല്ലാം വേണ്ട, ഇതെല്ലാം കളഞ്ഞേക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യകതയെല്ലാം കഴിയും. ഓക്കെ, T1 T2 ഒന്നും വേണ്ട. അപ്പോൾ ഇനി നാളെ എന്താണ് സംഭവിക്കുന്നത് അതാണ് നമുക്ക് നോക്കേണ്ടത്. നാളെ ഇപ്പം മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷനാണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ബോക്സാണ് ഇനി നമ്മുടെ പ്രധാന തുറുപ്പുചീട്ട്, ഈ ബോക്സ്. ഓക്കെ, നാളെ ഈ ബോക്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ടായിരിക്കും ട്രേഡ്. കൂടുതലൊന്നും സംസാരിക്കാനില്ല നമുക്ക്. ഈ ബോക്സ് നാളെ എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ട്രേഡ്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇതിപ്പോൾ 45 ഞാൻ നോക്കിയതാണ്, വേറെ എന്തെങ്കിലും സപ്പോർട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വേറെ ഒരു വലിയ സ്ട്രാറ്റജികളൊന്നും നമുക്കിവിടെ പറയാനില്ല. ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതാ ഈ ബോക്സ് ആയിക്കോട്ടെ. ഇതൊന്ന് ഈ ബോക്സ് ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട്, അതിനുശേഷം രണ്ടാമത്തേത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സാധനം. പക്ഷേ അതൊരു ട്രെൻഡ് ലൈനാണ് അല്ലേ, ഒരു ട്രെൻഡ് ലൈൻ. ഇനി ആ ട്രെൻഡ് ലൈനിന് വാലിഡിറ്റി ഇല്ല, അതിന് പോട്ടെ, ആ ട്രെൻഡ് ലൈൻ വേണ്ട. അടുത്ത ടാർഗറ്റ് ഇത് ഒരിടത്താളമായിട്ട് കണക്കാക്കിയാൽ മതി. അവിടെ ചെറിയ റെസിസ്റ്റൻസിനുള്ള സാധ്യത ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. ഓക്കെ, അതിനുശേഷം ബാക്കിയെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിനൊന്നും മാറ്റങ്ങളില്ല, ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇതെല്ലാം അതുപോലെ തന്നെ. ഇന്ന് രാത്രിയിൽ US മാർക്കറ്റ് നല്ല വൃത്തിയായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്കൊരു ബൗൺസ് ബാക്ക് കാണും. 24,000 മുകളിൽ നമ്മൾ ക്ലോസ് ചെയ്യും. ഞാൻ ആക്ച്വലി ഇന്ന് പ്രതീക്ഷിച്ച് 24,000 മുകളിൽ ക്ലോസ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പല പ്രാവശ്യം 1 2 3 4 5 പ്രാവശ്യം ഇത് ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ 24,000 മുകളിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടെങ്കിൽ US മാർക്കറ്റ് ഇപ്പോൾ ഓക്കെ, US മാർക്കറ്റ് 283 പോയിൻ്റ് ഫ്യൂച്ചർ അപ്പിലാണ്. ഓക്കെ, 172 പോയിൻ്റ് നാസ്ഡാക്കും അപ്പിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഭീകരമായ ഗ്യാപ്പ് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ മൊമെൻറ്റം, ഈ US ഫ്യൂച്ചർ കാണുന്ന US ഫ്യൂച്ചർ, ഓക്കെ, ഈ US ഫ്യൂച്ചറിൽ കാണുന്ന മൊമെൻറ്റം
ഇന്ന് രാത്രി കൂടി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താഴോട്ട് ഇങ്ങോട്ട് നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ ലെവലുകളൊക്കെ. താഴോട്ട് മുകളിലോട്ട് നമ്മൾ ഈ 3 ലെവൽ 4 ലെവൽ അങ്ങനെയാണ്. നാളെ എന്തായാലും 24,000 മുകളിൽ ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 24 സസ്റ്റെയിൻ ഒരു 15 മിനിറ്റ് 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു മേ ബി ചിലപ്പോൾ 24,300 500 നമുക്ക് കാണാനുള്ള സാധ്യത നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇതിനകത്ത് ന്യൂ ട്രേഡിംഗ് സോണാണ്. ഈ ബോക്സ് പൊട്ടിച്ച് എങ്ങോട്ടെങ്കിലും പോകണം, എങ്ങോട്ട് പൊട്ടിച്ച് പോകുന്നു അങ്ങോട്ടായിരിക്കും നമ്മുടെ ട്രേഡ്. വേറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്ക് ഇവിടെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഞാൻ ഇത്രയും ഹാർഷായിട്ടും വളരെ കർശനമായിട്ടും പറയുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. അനുഭവത്തിനെ വെല്ലാൻ ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം പഠിച്ച് സ്വയം നന്നാകാൻ ശ്രമിക്കുക. വേറൊരാളെ കൊണ്ട് തല്ലി പഴിപ്പിച്ചാൽ അത് പഴമാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് അവനവൻ സ്വയം വിളഞ്ഞു പഴുത്തെങ്കിലേ അതൊരു നല്ലൊരു ഫ്രൂട്ട് ആകത്തുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.